തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കം. നോക്കൂ, തിരുവമ്പാടിയുടെ പ്രിയപ്പെട്ട ആനപ്രേമികളുടെ പ്രിയപ്പെട്ട, നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ചന്ദ്രു, തിരുവമ്പാടി ചന്ദ്രശേഖരൻ. അങ്ങനെ ചന്ദ്രു ഇതാ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിലൂടെ വരികയാണ്. വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിലൂടെ തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് വരികയാണ്. ഇനിയിപ്പോൾ തിരുവമ്പാടി കണ്ണൻ, തിരുവമ്പാടി ഭഗവതി, പറഞ്ഞ രണ്ടും ചരിത്രപരമായും ഐതിഹ്യപരമായും ശരിയാണ്. നമുക്ക് അല്പസമയത്തിനകം ഈ തിരുവമ്പാടി തിടമ്പ് കാണുമ്പോൾ ഞാൻ പറയാം, ആ തിടമ്പിൽ ഭഗവതിയുമുണ്ട്, കൃഷ്ണനുമുണ്ട്, ഒരു മയിൽപ്പീലിയുമുണ്ട്, ഭഗവതിയുടെ രൂപവുമുണ്ട്. രണ്ടും ചേർത്തതാണ് തിരുവമ്പാടി. പേര് പോലെ തന്നെ കണ്ണൻ, അമ്പാടി കണ്ണൻ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. നോക്കൂ, ആ തിടമ്പിൽ അതെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ രണ്ടുമുണ്ട്, രണ്ടിൻ്റെയും സൂചനകളാണ്. ആ തിടമ്പിൽ രണ്ടുമുണ്ട്. ഭഗവതിക്കാണ് പൂരം പ്രധാനം. ഇപ്പോൾ മേടമാസത്തിലെ പൂരം, മേടപ്പൂരമാണല്ലോ. അപ്പം ഭഗവതിക്കാണ് പൂരം പ്രധാനം. ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇപ്പം മീനമാസത്തിലും മേടമാസത്തിലും നടക്കുന്ന പൂരം, അത് ഭഗവതി ക്ഷേത്രങ്ങളിലെയും കേരളത്തിലെ മുഴുവൻ ഭഗവതി കാവുകളിലെയും ഭഗവതി ക്ഷേത്രങ്ങളിലെയും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്ന ദിവസങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക എന്നൊക്കെ പറയുന്നത് പോലെ പൂരം. അപ്പോൾ ഏതാണ്ട് പൂരം മുതൽ ഇങ്ങോട്ട് ഈ ക്ഷേത്രങ്ങളിൽ ഈ പൂരം നടക്കും. അത് ഭഗവതി ക്ഷേത്രങ്ങളിൽ, ഭഗവതി കാവുകളിലൊക്കെയാണ് ആ പൂരം നടക്കുന്നത്. അപ്പോൾ ഭഗവതിക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് പൂരം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിയ ചന്ദ്രശേഖരൻ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ അത് ഉപദേവതാസ്ഥാനമാണ്. പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ കൃഷ്ണനാണ്, ഉപദേവതാസ്ഥാനമാണ്, ഭദ്രകാളിയാണ് എന്നൊക്കെ പറയുമ്പോഴും പൂരത്തിന് ഭദ്രകാളിക്ക്, ഭഗവതിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. അതിൽ ജെയിംസ് സാർ വായിച്ച കമന്റിൽ അത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വിജയകുമാർ, ഇതപ്പോൾ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എഴുന്നള്ളുകയാണ്. തീർച്ചയായിട്ടും ഇനി പാറമേക്കാവിൻ്റെ ആനകൾ രാജാവിനെ വലം വെച്ച് വടക്കുനാഥൻ്റെ നേർക്ക് അണിനിരക്കുന്നതോടെ തിരുവമ്പാടിയുടെ 15 ആനകളും ഇറങ്ങും. അത് രണ്ടുപേരും മുഖാമുഖം നിന്നുകൊണ്ടായിരിക്കും കുടമാറ്റം ആരംഭിക്കുക. ഇവിടെ വിജയകുമാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. 5:45 ഇനി 7 മണിക്ക് തീരുമോ? എനിക്ക് തോന്നുന്നില്ല 7 മണിക്ക് തീരാൻ എളുപ്പമല്ല. കാരണം നേരത്തെ ഇതൊരു 5 മണിക്ക് കൃത്യം 4:45 5 മണിക്ക് കുടമാറ്റം തുടങ്ങും. 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ഇത് തീരുമായിരുന്നു. ഇന്നത് മാറി 1 മണിക്കൂറോളം മാറിയിരിക്കുന്നു. 5:45 6 മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ ഇരുട്ടായി. സ്വാഭാവികമായിട്ടും ലൈറ്റ് ഇടേണ്ടി വരും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ലൈറ്റുകൾ തെളിയും. ഒപ്പം തന്നെ LED ലൈറ്റുകളോടെയൊക്കെ ആയിരിക്കും കുടകൾ ഉയരുക. ഈ സമയത്തെക്കുറിച്ച് അവർക്കറിയാം. കാരണം അല്ലാതെ കുട ഉയർത്തിയാൽ കുട കാണാൻ സാധിക്കില്ല. ഇത്തവണ കുടകൾക്കായിരിക്കും പ്രാധാന്യമെന്ന് ദേവസ്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആനകളുടെ കാര്യം പറഞ്ഞു. ആനകളെന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്കൊരു വല്ലാത്ത വികാരമാണ്. ഇപ്പോൾ നേരത്തെ ഒരു ആന ഡേവിസ് ഉണ്ടായിരുന്നു, വിജയകുമാറിന് അറിയുമെന്നറിയില്ല. കേരളത്തിലെ മുഴുവൻ ആനകളും വളരെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഇന്ന ആനയാണെന്ന് ആ നടപ്പും അതിൻ്റെ കൊമ്പും ഭാവവും ഒക്കെ കണ്ടുകൊണ്ട് പറയുന്ന ഒരാളാണ് ആനയുടെ. അങ്ങനെ ഒരുപാട് ആന ഡേവിസുമാർ തൃശ്ശൂരിലുണ്ട്. നമുക്കൊരു ആനയെ കണ്ടാൽ ഇന്ന ആനയാണെന്ന് പറയാം, അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ തൃശ്ശൂരിലെ ആനപ്രേമികൾക്ക് ആനയുടെ നടപ്പും അതിൻ്റെ ചെവിയുടെ വലിപ്പവും കൊമ്പും കണ്ണും രൂപം കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന ആനയാണ്, തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്, അല്ലെങ്കിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണെന്ന് കൃത്യമായിട്ട് പറയാമായിരുന്നു. ഗുരുവായൂർ കേശവൻ എഴുതുന്ന സമയത്ത് അത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഗുരുവായൂർ കേശവനെ കുറിച്ച് സിനിമ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആനക്കമ്പം, ഗുരുവായൂരിലെ ആനക്കുട്ടിലൊക്കെ നമുക്കറിയാവുന്നതാണ്. ആനകളോട് ഇത്രയും പ്രണയം ഉള്ള ഒരു ജനത വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ആനകൾക്ക് വേണ്ടി ആനകളുടെ ഫാൻസ്, അത് 10,000-കണക്കിന് ഫാൻസ് ഉണ്ട് ഓരോ ആനകൾക്ക്. അപ്പോൾ ആ തരത്തിൽ അവരത് ആസ്വദിക്കുന്നുണ്ട്. ഇത്ര ചൂടിൽ നിൽക്കുമ്പോഴും. സാധാരണ ഇത് ആനകളോടുള്ള എന്താ പറയുക ക്രൂരതയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആനകളും മനുഷ്യരായിട്ട് ചേരുമ്പോൾ അവർ ഒരു തരത്തിലും വേറെ രീതിയിൽ പ്രതികരിക്കാറില്ല. അവരെ കുളിപ്പിച്ച് ഒരുക്കിയാണ് ഈ സൗന്ദര്യ മത്സരത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. ആ നെറ്റിപ്പട്ടം കെട്ടുമ്പോൾ ആനയ്ക്കൊരു പ്രത്യേക എന്താ പറയുക ഒരു സൗന്ദര്യമാണ്. അവരത് അവരുടെ തല നിവർത്തിപ്പിടിച്ച് ഒരു ഗുരുവായൂർ കേശവനൊക്കെ വരുമ്പോൾ ആ തിടമ്പേക്കുന്ന സമയത്ത് ഗുരുവായൂർ കേശവൻ തല ഉയർത്തിപ്പിടിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ഗാംഭീര്യം ഒന്ന് കാണേണ്ടതാണ്. എന്തായാലും സമയം വൈകി, സന്ധ്യയാവുന്നു. അന്ത്യവെയിലിലെ പൊന്നിൽ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴും ആ നെറ്റിപ്പട്ടത്തിന് തിളക്കം കാണാൻ. കാരണം സൂര്യൻ പൂർണ്ണമായിട്ട് അസ്തമിച്ചിട്ടില്ല. ഇനി സൂര്യൻ അസ്തമിക്കുമ്പോൾ വിളക്കുകൾ തെളിയും. സ്വാഭാവികമായിട്ടും കുടമാറ്റം ആരംഭിക്കും. കുടമാറ്റത്തിന് വേണ്ടിയാണ് ഇത്രയും ജനലക്ഷങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ
ഹോട്ടലുകളും റൂമുകളൊക്കെ ഫുള്ളാണ്. ഇവിടുത്തെ വീടുകളിൽ മുഴുവൻ ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതൊരു വലിയ വികാരമാണ്. ഇതിപ്പോൾ തൃശ്ശൂർക്കാർ മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിദേശത്ത് നിന്ന് തൃശ്ശൂർക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ എത്തുന്നത് ഈ പൂര സമയത്താണ്. പൂരത്തിന് വന്നില്ലെങ്കിൽ, ഈ പൂരത്തിന് പോയോ എന്നാണ് ചോദിക്കുന്നത്. പൂരത്തിന് വന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടമാണ്. പിന്നെ അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. ഇതിപ്പോൾ ജനലക്ഷങ്ങളാണ് ലോകത്തെമ്പാടും ഇരുന്നുകൊണ്ട് ഇത് കാണുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും നിന്നും മലയാളികൾ മുഴുവൻ ഈ പൂരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ 10,000-ങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിനോടുള്ള ഈ പൂരത്തോടുള്ള ഒരു വൈകാരികമായ ഒരു അംശമാണ്. തങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറ്റിവെച്ച് എന്താ പറയുക, ഈ തൃശ്ശൂർ പൂരത്തിൽ അലിഞ്ഞു ചേർന്ന് തങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളുടെയും ആവാഹിക്കുക എന്നുള്ള തരത്തിലാണ് ജനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതിങ്ങനെ നടക്കും. എത്ര മണിക്കൂറുകൾ കഴിഞ്ഞാലും പൂരപ്പറമ്പ് വിട്ടു പോവില്ല. ഇനി പൂരം കഴിഞ്ഞാലും അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഇതിൽ മെമ്മറി ആയിട്ട് അല്ലെങ്കിൽ ഗൃഹാതുരത്വം പേറി അവിടെ മുഴുവൻ അലഞ്ഞു നടക്കുന്നവരെ കാണാറുണ്ട്.